अविध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे अविध्यानामन्तस्तिमिरामिहिरद्वीपनगिरे जदनं चैतन्यस्तवकं करन्दश्रुतिजरे दरिद्रारा चिन्तामणि गुणनिका जन्मजलधो निमग्नानं ध्वंष्ट्वा मुररिपुवराहस्य भवति. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ വേറെ നല്ല ഗൈസ്, നമ്മൾ ആറന്മുള അമ്പലത്തിലും കാര്യങ്ങളിലൊക്കെ പോവുകയാണ്. കുറേ ദിവസമായി നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? ലെറ്റ്സ് ഗോ. സോ ഗൈസ്, അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ടുണ്ട്. വേണം ഗൈസ്, അമ്മയും വന്നിട്ടുണ്ട്, അച്ഛൻ വണ്ടി എടുക്കുന്ന ഗൈസ്. അപ്പം നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മളെല്ലാവരും വിചാരിച്ചാണ് ഒന്ന് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം. ഇപ്പോൾ സമയത്തായി 5 മണിയാകുമ്പോൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യം 5 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്ക ഉണ്ട്, ഇക്ക വരും, നമ്മൾ പോവുക അല്ലേ അമ്മ? അപ്പോൾ നമുക്ക് അമ്പലത്തിൽ ഇത്രയും ദൂരെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഓട്ടിച്ചിട്ടില്ല വണ്ടി, അതുകൊണ്ട് ഷജീർക്കയും കൂടെ വിളിച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് സ്റ്റാർട്ട് അല്ലേ ഗൈസ്? സോ ഗൈസ്, നമ്മളിപ്പോൾ കൊട്ടാരക്കര അമ്പലത്തിലെത്തി. ആദ്യ അച്ഛനും പുറകിൽ വരിക അല്ലേ? സോ ഗായ്സ്, അപ്പോൾ നമ്മൾ കൊട്ടാരക്കര അമ്പലത്തിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് നേരെ നമ്മൾ വണ്ടി വിട്ടത് ആറന്മുളയിലോട്ടായിരുന്നു ഗൈസ്. നല്ല കോടയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ ഇറങ്ങുന്ന വീഡിയോ ആദ്യമാണ് ഗൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് അവർ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആറന്മുളയിലോട്ടാണ് വിട്ടത്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ദോ ഗൈസ്, അതാണ് നമ്മുടെ ഷജീർക്ക. ആറന്മുള അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പൂവും കാര്യങ്ങളൊക്കെ മേടിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മൾ തുളസിമാലയും പിന്നെ അതേപോലെ ചെറിയൊരു താമരയുടെ ഒരു പൂവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ എനിക്കും അമ്മയ്ക്കും വെക്കാൻ വേണ്ടിയിട്ട് മുല്ലപ്പൂ ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളവിടെ ചെന്ന സമയത്ത് ആൾക്കാരും ഇല്ലാതെ നല്ല സുഖമായിട്ട് നമുക്ക് തൊഴാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. സാധാരണ ഞായറാഴ്ച എന്ന് പറയുമ്പോൾ ഭയങ്കര തെള്ളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ പോയി ആറും കാര്യങ്ങളൊക്കെ കണ്ടു ഗൈസ്. അത്രയ്ക്ക് വലിയ കുത്തൊഴുക്കും കാര്യങ്ങളൊന്നുമില്ല. മഴ പെയ്തിട്ട് ആവശ്യത്തിന് നോർമൽ വെള്ളം മാത്രമേ അതിനകത്തുണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇറങ്ങിയപ്പോഴത്തേക്ക് ശിവേലി ആയിരുന്നു ഗൈസ്. നമ്മൾ അതും കണ്ട് വീണ്ടും നമ്മൾ കയറി അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലോട്ടാണ് ഗൈസ് പോയിരുന്നത്. കുടുംബക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ആറന്മുളയിലുള്ള നമ്മുടെ അച്ഛൻ്റെ മാമൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോയിരുന്നത്. അവർക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കാറുണ്ട്. കാര്യം അവർക്ക് അറിയത്തില്ലായിരുന്നു നമ്മൾ വരുന്നുള്ള കാര്യം. അച്ഛനാണെങ്കിൽ അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് വണ്ടി സൈഡിൽ ഇട്ടാൽ മതി എന്നൊക്കെ ആണെങ്കിൽ അതിനകത്ത് ഇരുന്നിട്ട് പറയുന്നുണ്ടായിരുന്നു ഗൈസ്. നമുക്ക് വീഡിയോയിലോട്ട് തന്നെ ചെറുതായിട്ട് കേൾക്കാനായിട്ട് പറ്റുന്നുണ്ട്. നമ്മൾ വീട്ടിൽ കയറുന്നതിന് മുമ്പ് അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇവിടെ തന്നെ ഒരു അമ്പലമുണ്ട് ഗൈസ്. നമ്മൾ അവിടെയും കയറി തൊഴുതു. അവിടെ ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് നന്നായിട്ട് തന്നെ തൊഴാനായിട്ട് പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിനകത്തോട്ട് കയറി. അവർ പെട്ടെന്ന് സർപ്രൈസസ് ആയി പോയി ഗൈസ്. കാര്യം കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വീട്ടിലോട്ട് ചെല്ലുന്നത്. പറഞ്ഞിട്ട് പോകാൻ പറ്റത്തില്ല. അതായത് നമ്മൾ കുറേ നേരം സംസാരിക്കും. ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ സുനിൽ കൊച്ചിൻ്റെ വീട്ടിലോട്ട് പോയി ഗൈസ്. അപ്പോൾ അവിടുത്തെ വഴിയും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സുനിൽ കൊച്ചിൻ്റെ വീട്ടിലോട്ടാണ് ഗൈസ് പോയത്. അവിടെയും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അവിടെയും ചെറിയൊരു സർപ്രൈസ് രീതിയിലാണ് നമ്മൾ കയറി ചെന്നത്. അവിടെ ചെന്നപ്പോഴത്തേക്കും ഗൗരി ഉണ്ടായിരുന്നില്ല. ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാനിത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞതാണ്. ഗൗരി അവിടെ ഉണ്ടായിരുന്നില്ല. ഗൗരി എന്തോ ഫ്രണ്ടിനെ എന്തോ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഗൗരി ഓടി എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു ഗൈസ്. ഇതാണ് നമ്മുടെ കൊച്ചൻ. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അതിൻ്റെ ആദ്യം ഒന്നും കൂടെ കണ്ട് ഉറങ്ങുന്ന വീഡിയോ ആണ് ഗൈസ്. ഞാൻ അവർ കാണാതെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് കണ്ടിട്ട് ചിരി അത് നല്ല കിട്ടായിരുന്നു. അതായത് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു ഗൈസ്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ എല്ലായിടത്തും പോയിട്ട് നമ്മൾ 1:30 ആയപ്പോഴത്തേക്കും വന്നതേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് വന്ന് കയറിയതേ ഉള്ളൂ. ഇനി നമുക്ക് ഡാൻസിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കാര്യം കുറേ നാളായി ലോങ് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആറന്മുള അമ്പലത്തിലും പോയി, അച്ഛൻ്റെ കുടുംബക്ഷേത്രത്തിലും പോയി, ആറന്മുള വീട്ടിലും പോയി, ഇപ്പോൾ പരിയാരത്തെ വീട്ടിലും പോയിട്ടാണ് നമ്മൾ വന്നത്. സോ ഗായ്സ്, അപ്പോൾ നമ്മൾ വൈൻഡപ്പ് വീഡിയോ ആയിട്ടാണ് ഗൈസ് വന്നത്. അപ്പോൾ കുറേ നാളായി നമ്മൾ ലോങ് വീഡിയോസും എടുത്തിട്ട് ഷോർട്സ് വീഡിയോ എടുത്തിട്ട് കുറേ നാളായി. കാര്യം നമ്മൾ എക്സാം ഇൻറ്റേൺഷിപ്പും, എനിക്ക് ഇൻറ്റേൺഷിപ്പ് ഉണ്ട് FIUGP ആണ്. അപ്പോൾ ഇൻറ്റേൺഷിപ്പും ക്യാമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതാണ്. നല്ലൊരു ട്രിപ്പായിരുന്നു അല്ലേ അമ്മ?
അമ്മ സ്റ്റാച്ചുവിലേക്ക് എന്തെങ്കിലും പറ. അമ്മയ്ക്ക് നാണം ഗൈസ്, കുറേ നാളെയിലെ വീഡിയോസിൻ്റെ വന്നിട്ട് അതിൻ്റെ നമ്മളിനി റെഗുലറായിട്ട് ഇടുമ്പോൾ അങ്ങ് മാറിക്കോളല്ലേ അമ്മ? അല്ലേ അമ്മ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അതുവരെയ്ക്ക് എല്ലാവർക്കും ബൈ. അപ്പോൾ നമ്മൾ ഇനിയും വീഡിയോസുകൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് എത്തുന്നതാണ്. അതുവരെയ്ക്കുള്ള ബൈ.